യൂട്യൂബിലൊക്കെ ഇതിന് ഇന്റർവ്യൂസ് ഒരുപാട് വൈറലായിട്ടുണ്ട്. എയറിൽ നിന്നിരുന്ന പലരും ഇപ്പോ ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നു, താഴെ എത്തിയിരിക്കുന്നു. ഷീലിമാമൊക്കെ നമ്മുടെ എന്താ പറയാ കേരളത്തിന്റെ ഇന്ത്യയുടെ പുറത്തുള്ളവരൊക്കെ വിളിച്ച് അന്വേഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ എത്തി നിൽക്കുന്നു. അതായത് അത്രമേൽ ഈ ഇന്റർവ്യൂസ് ഒക്കെ നമ്മൾ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും രവീന്ദ്ര നീ എവിടെ എന്ന ചിത്രത്തിന്റെ ഒരു മാർക്കറ്റിങ്ങിന് അത് വലിയ ഗുണം ചെയ്തിരിക്കുന്നു. ഇപ്പോ അറിയാത്തവരായിട്ട് ആരും തന്നെ ഇല്ല എന്ന് വേണം പറയാനായി. അപ്പോ അങ്ങനെ ഒരു സിനിമ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് നമ്മുടെ ഇന്റർവ്യൂസ് കൊണ്ട് എത്തിച്ചത് നിങ്ങളാണ്. ഓരോ മീഡിയക്കും, ഓരോ ഓൺലൈൻ മീഡിയാസിനും ബാക്കി എല്ലാവർക്കും അതിന്റെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പരിപാടി ആരംഭിക്കുന്നത്. അപ്പൊ ആദ്യമാണ് ആദ്യമേ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ ചിത്രത്തിന്റെ നായകനായിട്ടുള്ള ശ്രീ അനൂപ് മേനോൻ. അനുപേട്ട പ്ലീസ് കം ഫോർവേഡ്. നല്ലൊരു കൈയ്യടി കൊടുക്കാൻ നമുക്ക്. ഒപ്പം തന്നെ ഒരു ഗംഭീരമായിട്ടുള്ള പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മേജർ രവി സാർ. സർ പ്ലീസ് കം ഫോർവേഡ്. നമ്മുടെ പരിപാടിയാണോ, കൈയ്യടിയൊക്കെ ആവാം പ്ലീസ്. താങ്ക് യു സോ മച്ച്. ഒപ്പം നമ്മുടെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ധ്യാൻ ഫാൻസ് ആണത്. ആൻഡ് നെക്സ്റ്റ് അസീസ് നെടുവാങ്ങാട് ആൻഡ് സെന്തിൽ. പ്ലീസ് സെന്തിൽ പ്ലീസ് കം ഫോർവേഡ്. ഒപ്പം വേറെ ബഹുമാനത്തോടെ തന്നെ സ്വാഗതം ചെയ്യുകയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ആൻഡ് സിയാദ് കോക്കർ. ഏറെ ബഹുമാനപ്പെട്ടവരാണ്. നമുക്ക് ഒന്നുകൂടി ഒന്ന് ശക്തമാക്കാൻ കൈയടി പ്ലീസ്. DOP മഹാദേവൻ തമ്പി. സെബി എബ്രഹാം സാറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സെബി എബ്രഹാം, അഭിലാഷ് പിള്ളെ ആൻഡ് അരുൺ ഗോപി. സജിൻ ഷെർഗി, നമ്മളുടെ പ്രിയപ്പെട്ട ബിബിൻ ജോർജ്, KP നിസ അവരെ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് പ്ലീസ്. ഇവിടെ നടക്കാനായിട്ട് പോകുന്ന സമയമാണ്. അപ്പൊ അതിനായി ആദ്യത്തെ തിരികെത്തിക്കുന്നതിനായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു അനുപേട്ട അനൂപ് മേനോൻ ആൻഡ് മേജർ രവി സാർ. രണ്ടുപേർ ചേർന്നിട്ട് പ്ലീസ്. അടുത്തത് നല്ലൊരു കൈയടികളോട് പ്ലീസ്. ഔപചാരികമായി തന്നെ നമ്മളോടുകൂടെ ലാബ് ലൈറ്റ് നടക്കുന്ന ഒരു സമയമാണ്. രവീന്ദ്ര നീ എവിടെയാ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നടക്കുന്നു. ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് കൈയടിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങിന് സാക്ഷിയാവുകയാണ്. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ലിസ്റ്റിൻ സ്റ്റീഫൻ ആൻഡ് സിയാദ് കോക്കർ. ലിസ്റ്റിൻ സ്റ്റീഫൻ ആൻഡ് സിയാദ് കോക്കർ. നെക്സ്റ്റ് അസീസ് സെന്തിൽ. അസീസ് സെന്തിൽ. ബിബിൻ ജോർജ്. ബിബിൻ പ്ലീസ്. അടുത്തായി അഭിലാഷ് പിള്ളെ ആൻഡ് അരുൺ ഗോപി. നെക്സ്റ്റ് സജിൻ ചെറുകയിൽ ആൻഡ് നിസ. രണ്ടുപേർ ചേർന്നിട്ട് പ്ലീസ്. സജിൻ ബ്രോ. നിസ. നിസ. അടുത്ത വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നൌഷാദ് ആലത്തൂർ, ഔസിബുച്ചൻ വാളക്കുഴി, രമേശ് ആൻഡ് ഖാദർ ഹസൻ. നാലുപേരെയും പ്ലീസ് പ്ലീസ് വരൂ. നമ്മളുടെ തന്നെ ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നാലുപേരും പ്ലീസ് കം ഫോർവേഡ് പ്ലീസ്. സാർ തിരികെ സാർ പ്ലീസ്. മൂന്ന് പേര് സാർ പ്ലീസ് പ്ലീസ്.
രമേശ് പ്ലീസ് ജോയിൻ ചെയ്യൂ പ്ലീസ്. Okay, next Manoj Paloden, Mahadevan Thambi and Shilu Abraham, please. Manoj. Okay. Sylvia Abraham, sir, please. Amir, please come forward. Amir Cochin, our executive producer, Amir Cochin. നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും പ്ലീസ് വിസിറ്റ് പ്ലീസ്. താങ്ക് രവീന്ദ്ര നീ എവിടെ എന്ന ചിത്രത്തിന്റെ സംവിധായകനായിട്ടുള്ള ശ്രീ മനോജ് പാലോടിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഓഡിയോ ലോഞ്ചിനെ കുറിച്ചും സിനിമയെ കുറിച്ചും സംസാരിക്കുന്നതിനായി ശ്രീ മനോജ് പാലോട്. ഇപ്പം ഞാൻ ഈ സംസാരിക്കാൻ ആത്മാർത്ഥമായ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്നിവിടെ നടക്കുന്നത് പ്രധാനമായിട്ട് പിന്നെ മ്യൂസിക് ലോഞ്ചിങ് ആണ്. മ്യൂസിക് ലോഞ്ചിലേക്ക് പറയുമ്പോൾ നമുക്ക് ഒരു സിനിമയെ സംബന്ധിച്ച് ഏറ്റവും എൻ്റെ മകൾ ഇതൾ മനോജ് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഈ ഒരുപാട് സന്തോഷങ്ങൾക്കൊപ്പം എനിക്ക് അതും ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ്. താങ്ക് യു ശ്രീ മനോജ് പാലോടൻ. സ്വാഗതം ചെയ്യാം ശ്രീ ലിസ്റ്റൻ സ്റ്റീഫൻ. വളരെയധികം സന്തോഷം. എബ്രഹാം ചേട്ടൻ്റെ അല്ലെങ്കിൽ ഷീലു എബ്രഹാമിൻ്റെ സിനിമ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫാമിലിയിലുള്ള ഒരു സിനിമ തന്നെയാണ്. സിനിമകളുടെ വലിപ്പച്ചെറുപ്പം തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ്, ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ്. ഇന്ന് നിങ്ങൾക്കറിയാം എബ്രഹാം ചേട്ടനും ഷീലു എബ്രഹാമും നീലും ഒക്കെ കറുത്ത ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നത്. ഇന്ന് എബ്രഹാം ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അവരത് ഒരു കരിദിനമായിട്ടാണത്, പുള്ളി മാത്രമല്ല. അപ്പൊ അതുകൊണ്ടിട്ടാണ് 13-ാം തീയതി പൊതുവെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റുകളാണെങ്കിലും അല്ലെങ്കിൽ ഈ ഹോട്ടലുകളിലെ റൂമൊക്കെ ആണെങ്കിലും കുറച്ച് നോക്കിയത് എടുക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ടിട്ട് പൊതുവെ ഡിമാൻഡ് കുറവാണ്. പുള്ളിക്ക് മാത്രമേ അതുകൊണ്ട് ഡിമാൻഡ് ഉള്ളൂ. അപ്പൊ അതുകൊണ്ടിട്ട് അതൊരു വളരെ നല്ല കാര്യം. പിന്നെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിന്റെ ഡേറ്റ് 12-ാം തീയതി വെക്കണോ 13-ാം തീയതി വെക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. എനിക്കത് അറിയാവുന്നതാണ്. അപ്പം ധ്യാനിന്റെ ഒരു ഡേറ്റ് ഉണ്ട്. ധ്യാനിന് ഒരു തമിഴ് സിനിമയിൽ പോയി അഭിനയിക്കുകയാണെങ്കിൽ പെർ ഡേ 5 ലക്ഷം രൂപ കിട്ടുന്ന ഒരു കാര്യമുള്ളത് കൊണ്ടിട്ട് അതിന് വേണ്ടിയിട്ട് സഹകരിച്ചു കൊടുത്താണ്. അപ്പൊ അതുകൊണ്ടിട്ട് വീണ്ടും 13-ാം തീയതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പം എബ്രഹാം ചേട്ടന് 12-ാം തീയതി തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പം എബ്രഹാം ചേട്ടന് അത്യാവശ്യമായിട്ട് ബോംബെക്ക് പോകേണ്ട വന്നു. അപ്പൊ ഞാൻ ഓർത്ത് എന്തെങ്കിലും റിക്രൂട്ട്മെന്റിന്റെ ഒരു വലിയ ബിസിനസ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. അതല്ല, അപ്പൊ അവിടെ നിന്ന് മകളെ വിളിച്ചു പറഞ്ഞു. അവിടെ നിന്ന് ഇപ്പൊ പുതിയതായിട്ട് കയറിയ താമസത്തിന് വേണ്ടിയിട്ട് കയറിയ ഫ്ലാറ്റിൽ ഒരു എലി കയറിയിട്ടുണ്ട്. അതുകൊണ്ട് സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ടിട്ട് പുള്ളി ഈ എലിപ്പെട്ടിയായിട്ട് ഇവിടുന്ന് അവിടെ പോയിട്ട് എലിനെ പിടിച്ചിട്ട് നെക്സ്റ്റ് ഡേയിലേക്കാണ് ഈ ഓഡിയോ റിലീസ് മാറ്റി വെച്ചേക്കുന്നത്. അത് ശരിയല്ല, തന്നെ 13 ആദ്യം വെച്ച്, പിന്നെ 12 ആക്കി, വീണ്ടും 13 ആക്കി. അപ്പോൾ എനിവേ ഇതൊരു ചെറിയൊരു നർമ്മത്തിന്റെ ഒരു ഇതിൽ പറഞ്ഞതേ ഉള്ളൂ. എനിവേ വളരെയധികം സന്തോഷം. അനുപേട്ട നായന എന്ന ഈ സിനിമയ്ക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ടൈറ്റിലാണ് ഈ സിനിമയ്ക്ക് ഇട്ടിരിക്കുന്നത്. ഈ സിനിമ 1 അല്ല 2 പ്രാവശ്യം ഞാൻ കണ്ടതാണ്. അതിനും എനിക്ക് ഭാഗ്യം ലഭിച്ചു. ധ്യാൻ്റെ കൂടെ ഒപ്പിരുന്ന് കാണാനായിട്ടും അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ ഒപ്പം ഇരുന്ന് കാണാനായിട്ട്. അപ്പൊ എബ്രഹാം ചേട്ടന് വളരെ നിർബന്ധമായിരുന്നു. കാരണം ഈ ഇന്റർവ്യൂവിലെല്ലാം വരുമ്പം ധ്യാൻ സിനിമ കണ്ടിട്ട് വേണം അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട്. സാധാരണ എൻ്റെ ഒന്നും ഒരു സിനിമകളും ധ്യാൻ കാണാറില്ല.
അപ്പോൾ അതുകൊണ്ട് ഈ സിനിമ ഞാൻ കണ്ടിട്ടാണ് എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് വളരെയധികം സന്തോഷം. താങ്ക് യു. നമ്മുടെ ഈ ഒരു പാട്ടിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് BK ഹരിനാരായണനാണ്. സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ശ്രീ പ്രകാശ് ഉള്ളിയേരിയാണ്. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ലെജൻഡ് ആയിട്ടുള്ള ശങ്കർ മഹാദേവൻ സാറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ച് ഉണ്ട് ഈ പാട്ടിനെ കുറിച്ചിട്ട്. നമുക്ക് കൈയടി കൊടുക്കാം ബിബിൻ ജോർജിന്. ആദ്യം 2 വാക്ക് സംസാരിക്കാം. 4 പ്ലീസ്. നിങ്ങൾ തന്നെ മുഴുവൻ അക്ഷരം തീർക്കണമെന്ന് പറയുന്നത്. വളരെ സന്തോഷത്തോടുകൂടിയാണ്, അഭിമാനത്തോടുകൂടിയാണ് നിൽക്കുന്നത്. ഇതിനു മുമ്പ് ബാഡ് ബോയ്സ് ആണ് ഞാൻ ചെയ്തത്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെയുള്ള സൗഹൃദമാണ് ഷീലൂസായിട്ട്. എൻ്റെ ഒരു സ്വന്തം ചേച്ചിയെ പോലെയാണ്. മാത്യു സാറും അതുപോലെ തന്നെ. അപ്പോൾ അവർ പറഞ്ഞിട്ടാണ് അവിടെ വിളിച്ച് വന്നത്. അപ്പോൾ ഈ പരിപാടിക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാവിധ ആശംസകളും അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞോട്ടെ ഈ പടത്തിൻ്റെ ഒപ്പം തന്നെ ഞാനും വിഷ്ണുവും അഭിനയിച്ച അപൂർവപുത്രന്മാരും റിലീസുണ്ട്. അപ്പോൾ ആ പടം നിങ്ങൾ കാണണം. ഇത് 2 ജോണറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ സിനിമയും പടം വിജയിക്കട്ടെ. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്. നമ്മുടെ ഈ ഒരു പാട്ട് ഇനി വരാൻ പോകുന്ന സോങ് ആലപിച്ചിരിക്കുന്നത് നമ്മുടെ ഹരിഹരൻ സാറാണ്. അപ്പോൾ ആ പാട്ടിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. പ്ലീസ് സർ, 2 വാക്ക്. അബാം മൂവീസ് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ല. ഞങ്ങളുടെയൊക്കെ ഒരു വലിയ നല്ല സുഹൃത്ത് ബന്ധത്തിലുള്ള ഒരു ഫാമിലി ആയിട്ട് ഒരുമിച്ച് ഞങ്ങൾ മൂവ് ചെയ്യുന്ന ആൾക്കാരാണ്. വലിപ്പം ചെറുപ്പമൊന്നും എന്നെ ഉദ്ദേശിച്ചിട്ട് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ സിനിമയിലില്ല. ഈ സിനിമ തീർച്ചയായിട്ടും നല്ലൊരു സക്സസ്സിലേക്ക് വരട്ടെ. അരൂപമേനാണെങ്കിലും ജാനയാണെങ്കിലും ഇവരൊക്കെ പടങ്ങൾ ഓടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം ഡെഫിനറ്റായിട്ട് ഇതൊരു നല്ല റണ്ണിലേക്ക് വരും, നല്ലൊരു സക്സസ്സിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. എല്ലാവർക്കും നമസ്കാരം. ചേട്ടാ, ഹാപ്പി ബർത്ത്ഡേ. ഒരുപാട് സന്തോഷമുണ്ട്. അനുപേട്ടൻ നായനാവുന്ന സിനിമ, ഷീലി ചേച്ചിയുടെ പോലുള്ള സിനിമ. ബ്രൗൺ ചേട്ടൻ ഞങ്ങൾ ആക്ച്വലി അയൽക്കാരാണ്. ഞങ്ങൾ അടുത്തടുത്ത വീട്ടിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഇവരവിടെ കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ആ വീട് വിറ്റെന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് കാരണം അതിൻ്റെ യാഥാർത്ഥ്യം എനിക്ക് അറിയാത്തതുകൊണ്ട് എനിക്കിപ്പോൾ കാണാൻ പറ്റാറില്ല. പിന്നെ മനോജ് വളരെ അടുത്ത സുഹൃത്താണ്. മനോജിന് നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരാളാണ്. മനോജിൻ്റെ സിനിമ ഏറ്റവും രസകരമായ സിനിമ തന്നെയായിരിക്കും. ഞാൻ കണ്ടു. വിഷ്വൽസൊക്കെ ഭയങ്കര നന്നായിട്ടുണ്ട്. മഹാദേവൻ തമ്പിക്കും അതിൻ്റെ അഭിനന്ദനങ്ങൾ. പിന്നെ ഇവിടുത്തെ ഏറ്റവും മലയാള സിനിമയുടെ ഹോട്ട് കേക്ക് ധ്യാൻ ശ്രീനിവാസൻ, അദ്ദേഹവും ഒക്കെ ഈ സിനിമയുടെ വൈറ്റൽ റോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഈ സിനിമ ഏറ്റവും സക്സസ്ഫുൾ സിനിമയായി, ഒത്തിരി നല്ല സിനിമയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. മനോജിൻ്റെയും കരിയറിൽ ഏറ്റവും നല്ല സിനിമകൾ നന്നായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.